മണി 5 ആകുന്നതേ ഉള്ളൂ. നമുക്ക് അങ്ങോട്ട് ഇരിക്കാം. അവിടെ പോലെ എന്താണിത് കൊട്ടാരോ? സൂക്ഷിച്ചറിഞ്ഞോളിയ, ശില്പിക്കണ്ട. കാല് രാത്രി സംസ്കാരമില്ല. വണ്ടി അങ്ങോട്ട് മാറ്റിട്ടേക്ക്. എത്തിയല്ലോ, ഇതാണ് കക്ഷി. ഗുഡ് ഈവനിങ് മിസ്റ്റർ സുരേഷ് മേനോൻ. ഗുഡ് ഈവനിങ്. ഹൗ ആർ യു? ഫൈൻ, താങ്ക് യു. ഇതെന്താ എല്ലാവരും സുരേഷ് മേനോൻ സുരേഷ് മേനോൻ എന്ന് വിളിക്കുന്നത്? അത് കാശ് കൊടുത്ത് വെച്ചിരിക്കുന്നതല്ലേ. ഒരു വിളിക്ക് 10 രൂപ വെച്ചാ കൊടുത്തിരിക്കുന്നത്. കാശ് കൊടുത്ത് ഇവിടെ അച്ഛാന്ന് വിളിക്കാൻ വരെ ആളെ കിട്ടും. വാ. സുരേഷ് മേനോൻ ഇയാളാ? ചുമ്മാതല്ല ബില്ല് മാറി കിട്ടാത്തത്. ഇവൻ സുരേഷ് മേനന്റെ ഓഫീസിലെ ക്ലർക്കാ. പിന്നെ ഓട്ടോ സൂട്ട് വിട്ടല്ലേ ക്ലാർക്കന്മാര് നടക്കുന്നത്. ശങ്കര, നീ കണ്ടില്ലേ സുരേഷ് മേനോൻ? ഇതല്ലോ അയാള്. അയാളെന്നെ ഇയാള്. പിന്നെന്താ? ഇയാള് വാലെ ബുക്ക് ചെയ്യാൻ വല നട. പിന്നൊരു കാര്യം, എല്ലാവരും ഞാൻ തന്നെ പറ്റിക്കാന്ന് വിചാരിക്കരുത്. എല്ലാത്തിനും ഞാൻ ജയിലാക്കും. ഇടൂ മാപ്പിള, അയാള് തന്നെ ഇയാള്. ഇയാളല്ല അയാള്. പിന്നെ ഇയാളല്ല, ഇയാൾ ആര്? ഇയാള് സുരേഷ് മേനോന്റെ ഓഫീസിലോട് തല്ലിപ്പിളി ക്ലർക്കാ. ഞാൻ കാര്യം പറയാം. ഇയാളെ ഇവിടെ എല്ലാവർക്കും പരിചയമുണ്ടെന്ന് തോന്നുന്നു. ഇയാൾ ഇങ്ങോട്ട് വരുമ്പോ എല്ലാരും സലാം സലാം എന്ന് പറഞ്ഞു. നമ്മളെന്തിനാ വെറുതെ തർക്കം പിടിച്ചിട്ട് നമ്മൾ നേരിട്ട് അവിടെ പോയി ഞാൻ പറഞ്ഞു ഇയാളാണ് സുരേഷ് മേനോൻ. ഞാൻ പറഞ്ഞു ഇയാളല്ലാന്ന്. പണ്ടായി വെക്കുന്നോ? എത്ര രൂപ? 100 രൂപ. 100 രൂപ. 100 രൂപ എടുക്ക. കൈയോടെ രണ്ട് കൈ ഇങ്ങോട്ട് വെക്ക്. കൈ വെച്ചു അടിച്ചു നിക്കട്ടെ. അല്ല അതെ, ആ കോട്ടിട്ടിരിക്കുന്ന ആളാരാ? പേരെന്താ? അദ്ദേഹമാണ് മിസ്റ്റർ സുരേഷ് മേനോൻ. താമസിക്കല്ലേ? താഴെ വാടക. പിന്നൊരു കാര്യം, എല്ലാരും ഭയഭക്തി ബഹുമാനത്തോടെ നിന്നോണം. കേട്ടല്ലോ? തൊട്ടിത്തരം ഒന്നും കാണിക്കരുത്. തന്റെ ഈ ഏമ്പക്കം കോട്ട് പോയി ഉടച്ച് വിളമ്പരുത്. നിനക്കൊക്കെ നന്നാകാനുള്ള അവസാനത്തെ ചാൻസാ, മനസ്സിലായോ? അവരിങ്ങോട്ട് വരുന്നുണ്ട്. വിറയ്ക്കും വയർക്കും ഒന്നും ചെയ്യരുത്. വേഗം പറഞ്ഞു വിട്ടേക്കണം. ശരി. നമസ്കാരം. ഇതാണ് എന്റെ മാഷ്. കീരിക്കാട്ട് ചെലപ്പം പിള്ള. ഹലോ. കീരിക്കാട്ട് തിയേറ്റേഴ്സ്. ഇത് എന്റെ ട്രൂപ്പ് മെമ്പേഴ്സ്. എല്ലാവരും ഇരിക്കും. വേണ്ട, നിന്നോളാം. ഒരു കാര്യം ഉണർത്തിക്കാനാണ് ഇത്രടം വന്നത്. എന്താ പറഞ്ഞോളൂ. ഭാഗ്യവശാൽ വളരെയധികം ജന്മവാസനയുള്ള ഒരുപിടി കലാകാരന്മാരെയാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. സാമ്പത്തികമായി ഒരല്പം ക്ഷീണമുണ്ട്, രോഹിണിക്കറിയാം. അതുകൊണ്ട് ഞങ്ങളെ ഒന്ന് സഹായിക്കണം. അതിന് ഞാൻ നൃത്തമൊന്നും പഠിച്ചിട്ടില്ല. തമാശ ഞങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ. മേനോൻ സാറ് ഞങ്ങളുടെ ഒരു രക്ഷാധികാരിയും ഒപ്പം ഒരു പങ്കാളിയും ഒക്കെ ആയി കൂടണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. എന്താ രോഹിണി? അതിന് ഞാനെന്താ വേണ്ടത്? ഒരു ചെറിയ എമൗണ്ട് റേസ് ചെയ്ത് തൽക്കാലം ഞങ്ങളെ സഹായിക്കണം. എത്രയാ വേണ്ടത്? ഒരു 50,000 രൂപ. അത്രയുള്ളോ? 50,000 മതിയോ? ഒരു എമൗണ്ടായിട്ട് ചോദിച്ചേ ഉള്ളൂ, പണമല്ല. സാറ് ഞങ്ങളോട് ഉണ്ടാവണം, അതാ പ്രധാനം. $50,000 ചോദിച്ചത്. ഇരട്ടിയുണ്ട്. അതോ 1 ലക്ഷോ? ഞാൻ പാർട്ണറായിരിക്കുന്നു. നാളെ കാലത്ത് മാറിക്കൊള്ളൂ. ഞാൻ ഈ ഉപകാരം ഒരിക്കലും മറക്കൂല സാർ.
ആ ഇതാണ് ഞാൻ പറഞ്ഞ വീട്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന മാതിരി ഇവിടെ ആരും തൂങ്ങിച്ചത്തിട്ടൊന്നുമില്ല. അത് കള. ഇതൊരുമാതിരി ഭാർഗവി നിലയം പോലെയുണ്ട്. ഇത് കള. ഇത് കളയണ്ട, എനിക്കിഷ്ടായി. നഗരത്തിന്റെ വലിയ തിരക്കുമില്ല, ഒരു പ്രശാന്ത സുന്ദരമായ വീട്. എന്താ നീ ഇവിടെ ഇരുന്ന് നോവൽ എഴുതാൻ പോവാ? ചിലപ്പോ എഴുതിയൊന്നും വരും. ഇത് മതി. നല്ല പ്രശാന്ത സുന്ദരമേറിയ വീട് അല്ലേ? അതെ, കറക്റ്റ്. എന്തായാലും നിങ്ങൾ ഇവിടെ നിൽക്കേ, ഞാൻ മറിയാമ്മ ചേർത്ത് പോയി ഒന്ന് കണ്ടിട്ട് വരാം. നിങ്ങൾ പോലെ പറയാം. മര്യാദ വണ്ടി നിർത്തേ. പപ്പ, നീ എന്താ ഇവിടെ നിക്കണേ? ഞാനിവരെ വീട് കാണിക്കാൻ കൊണ്ടുവന്നു. ആ മറിയാമ്മച്ചേരത്തിന് വീട് കൊടുക്കണില്ല എന്നുള്ള പറഞ്ഞത്. ആ തള്ളേനെ ഞാനൊന്ന് കാണട്ടെ. നീ വരുന്നോടാ. 4 കാശ് ഉണ്ടാക്കണമെങ്കിൽ സീക്കാരെ കൂടെ കുടിക്കോ? ആലോചിക്കാം. തൽക്കാലം ഇങ്ങനെയൊക്കെ പോട്ടെ. എവിടെയാടാ നിന്റെ പുരുഷോത്തമൻ? മറിയാമ്മച്ചേരത്തിന് വീട്ടിലേക്ക് ഇപ്പൊ പോയതുള്ളൂ. വണ്ടി വിട്ടോ. ആരാ ഇത്? സീക്കിയോ? നിന്നെ ഈ വഴിക്കൊന്നും കാണാനില്ലല്ലോടാ. സമയം കിട്ടണ്ടേ മറിയാമ്മച്ചേരത്തി? നിന്നെ കുറിച്ച് ആരോ എന്തോ ഇപ്പൊ എന്നോട് പറഞ്ഞല്ലോ, ഓർമ്മ വരുന്നില്ല. എന്നെ കുറിച്ചാവില്ല. ഇതും തുട്ടടാ. ഇതാ മറിയാമ്മച്ചേരത്തിക്ക് എന്റെ ഒരു സന്തോഷത്തിന് വേണ്ടി ഞാൻ വാങ്ങിച്ചോണ്ട് വന്നതാ. എനിക്കോ? ലഡു, ജിലേബി, പഴം, അലുവ. പ്രമേഹത്തിന് നല്ലതല്ലേ? തിന്ന വേം പൊക്കോളും തള്ള. കണ്ട ഇനിയുണ്ട്. ആളുകൾ പറയുന്ന പോലെയൊന്നല്ല, നീ നല്ല സ്നേഹമുള്ളവന്. നിന്നെ കുറിച്ച് ആരോ എന്തോ പറഞ്ഞല്ലോ, ആരാണെന്ന് ഓർമ്മ വരുന്നില്ല. ഗൾഫിൽ നിന്ന് മക്കളുടെ കത്തും പണമൊക്കെ വരുന്നില്ലേ? 3 അവന്മാരും കൂടി ഗൾഫിൽ പോയിട്ട് കിടക്കുക. പെണ്ണ് നോക്കണമെന്നും പറഞ്ഞ് ആഴ്ചയിൽ ഓരോ കത്തയക്കുക. കെട്ടിച്ചാ പിന്നെ അവന്മാരെ ഭാര്യമാര് പറയണത് കേട്ട് നടക്കും. വിഷം വെച്ചാ മതി. അത് പിന്നെ എനിക്ക് അറിഞ്ഞൂടെ? അതുകൊണ്ടല്ലേ ഞാൻ അവരെ കൊണ്ട് പെണ്ണ് കെട്ടിക്കാത്തത്. നല്ല രുചിയുണ്ടോ മോനെ? കെട്ടിയതല്ലേ. ഇപ്പൊ നിന്നെ കുറിച്ച് ആരോ പറഞ്ഞല്ലോ. ഓ, ഒരു ഓർമ്മപ്പേച്ചകേ. മറിയാമ്മച്ചേടത്തിയുടെ ആ ഒഴിഞ്ഞു കിടക്കുന്ന വീടില്ലേ, അത് നമുക്ക് 2 ആൾക്കും കൂടി വിറ്റാലോ? നല്ല വില ഞാൻ വാങ്ങിച്ചിട്ടോളാം. ആഹാ, അതാണ് നീ കൊള്ളപ്പം ലഡു ഉണ്ടേറ്റ് ഇറങ്ങിയേക്കുന്നതല്ലേ? അതാണ് ഞാൻ കുറച്ചു നേരമായിട്ട് ഓർത്തോണ്ടിരിക്കുന്നത്. ആ പുരുഷോത്തമൻ പിള്ള നിന്നെ കുറിച്ച് ഇപ്പൊ പറഞ്ഞിറങ്ങിയതേ ഉള്ളൂ. നീയാണ് എന്റെ വീടും പറമ്പും വിൽക്കാണ്ടെന്ന് പറഞ്ഞു നടക്കുന്നതല്ലേ? ഇറങ്ങടെ ഒലിയിൽ അതൊക്കെ അവിടെ ഇരുന്നോട്ടെ. എന്റെ അമ്മായിമ്മ എല്ലാ പിള്ളേരും കൂടി ചായ എടുത്ത് കുടിച്ചോളി മക്കളെ. എല്ലാവർക്കും കൊടുക്കും. ചേട്ടാ, എടാ, നീ വലിച്ചു വാരി തിന്നണതൊക്കെ എങ്ങോട്ട് പോണ്ടടാ മെഴുവേലി തറ. ഈ തറയെന്ന് പറയുമ്പോ ചേട്ടനിക്ക് എന്താ ഇത്ര വില കൊടുത്തോ? ചേച്ചിക്ക് തറകളെ വലിയ ഇഷ്ടമല്ലേ? അതൊക്കെ ഇല്ലാതിരിക്കും. ചേട്ടത്തിയും ആ വിഭാഗത്തിൽപ്പെട്ടതാണല്ലോ. പുരുഷോത്തമ പിള്ളേ, എന്തോ കാര്യമൊക്കെ ശരിയല്ലേ? വീട് ഞാൻ തന്നു എന്ന് കരുതി ഈ തറകളെല്ലാം കൂടി ഇവിടെ കിടന്ന് കളിക്കരുത്. 2 പേർക്ക് കൂടിയാണ് വീട് തന്നിരിക്കുന്നത്. വേറെ ഒരൊറ്റ എണ്ണം ഇതിനകത്ത് കേറി പോരുത്. പറഞ്ഞേക്കാം. അതത്രേ ഉള്ളൂ. ഞങ്ങൾക്ക് ഒരു ഉത്തരവാദിത്തമുണ്ട്. ഹൗസ് ഓണർ പറയുന്ന അനുസരിച്ച് ഞങ്ങൾ ഇതിനകത്ത് ജീവിക്കൂ. പിന്നെ ഹൗസ് ഓണർ പറയുന്ന അനുസരിച്ച് ജീവിക്കൂ. നിന്റെ മുഖത്ത് നോക്കിയിട്ട് ഒരു കള്ള ലക്ഷണം ഉണ്ടല്ലോടാ. കാര്യമൊക്കെ ശരി, ഞാൻ പറഞ്ഞേക്കാം. ഈ പരിസരത്തെങ്ങാനും ഒരു പെണ്ണിന്റെ മണമെങ്ങാനും കേട്ടുപോയാൽ അയ്യോ, പെണ്ണെന്ന് പറഞ്ഞ വർഗത്തിനോട് ഞങ്ങൾക്ക് ഭയങ്കര അലർജിയാ. മറിയാമ്മച്ചേടുത്ത് ഒഴിച്ച്. ഏതായാലും താമസിക്കാൻ ഒരു വീടായല്ലോ. ഇന്നു മുതൽ സജീവമായി രംഗത്തേക്ക് ഇറങ്ങാം. നഗരങ്ങളിലും പ്രാന്തപ്രദേശങ്ങളിലും ഒളിഞ്ഞു കിടക്കുന്ന വില കുറഞ്ഞ ഭൂമി തട്ടിയെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ആദ്യത്തെ പണി. അതിന് പപ്പൻ നിങ്ങളെ ഹെൽപ്പും. എന്തോ റോഡിൽ. ഹലോ, കുറെ നേരമായാലും ഇവിടെ വെയിറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട്. അതെ, പോയിട്ട് വേറെ പണിയുണ്ട്. ആക്ച്വലി ആരെ കാണാനാണ് നമ്മൾ നിൽക്കുന്നത്? ഇവിടെ വന്നാ മതി, വരേണ്ട ആൾ ഇപ്പൊ എത്തും. അരുണേ, ഞാൻ ഇന്നലെ പറഞ്ഞ കാര്യം എന്തായി? പറഞ്ഞോളൂ, എന്താണെങ്കിലും പറഞ്ഞോളൂ. അത് അച്ഛനോട് ചോദിക്കണം. അത് ഞാൻ ചോദിച്ചോളാം. അഡ്രസ് പറഞ്ഞുതരൂ.
ശിവദാസ് മേനോൻ TC 8/131 പേരൂർക്കട. എക്സ്ക്യൂസ് മീ, ഏത് കോളേജിലാ പഠിക്കുന്നേ? കോളേജിലാ. ഹായ്. ഒരു പ്രാവശ്യം നോക്കിയാ പിന്നെ കുട്ടിയുടെ മുഖത്ത് നോക്കാനേ തോന്നില്ല. ഹലോ അച്ഛട്ടാ. ഏതാ ഈ പെമ്പിളര്? ഇപ്പൊ എന്നെ ഇവിടുന്ന് അങ്ങോട്ട് പോയി കുട്ടികളാ. ഈ കോളേജ് പഠിക്കുന്ന പെമ്പിളരൊന്നും അത്ര ശരിയല്ല. അതെ, ഞാൻ അവരെ പറഞ്ഞ് മനസ്സിലാക്കിയായിരുന്നു. അത് കൊള്ളാം. അതെ, നിങ്ങൾ എന്താ രാവിലെ ഇവിടെ? അത് ഞങ്ങൾ ഇവിടെ അടുത്തൊരു വീട് വാടകയ്ക്കെടുത്ത് താമസിക്കും. ഓ, അത് കൊള്ളാം. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് വരാലോ. എന്തിനാ? വന്നെന്താ? അയ്യോ, ഹൗസ് ഓണർ ഭയങ്കര സ്ട്രിക്റ്റാ. ഞങ്ങളിപ്പോ ഒരു ബിസിനസ്സിലോട്ട് ഇറങ്ങിയിരിക്കുക. എന്താ ബിസിനസ്? റിയൽ എസ്റ്റേറ്റ്. ഈ വസ്തു വാങ്ങി ലാഭത്തിന് തിരിച്ചു കൊടുക്കുന്ന ബിസിനസ്. അത് കൊള്ളാം. ഭാഗ്യം ഉണ്ടെങ്കിൽ എളുപ്പം രക്ഷപ്പെടാം. ഓ, കാര്യം വലിയ കാശുകാരൊക്കെ ആകുമ്പോ സുന്ദരി മറക്കല്ലേ. സുന്ദരീനെ അങ്ങനെ മറക്കാൻ പറ്റോ? അയ്യോ, എനിക്ക് പോകുന്ന ബസ് വന്നേ. ഓക്കെ, അപ്പൊ പിന്നെ കാണാം. എന്നാ പിന്നെ നമ്മൾ പോവല്ലേ? പോകാനാ? എവിടെ പോകാൻ? ആക്ച്വലി ആരെ കാണാൻ എത്ര നേരം വെയിറ്റ് ചെയ്യിപ്പിച്ചത്? ഇനി ഇവിടെ നിൽക്കണ്ട, ഇനി കുറച്ചു നേരം നമുക്ക് അപ്പുറത്ത് വെയിറ്റ് ചെയ്യാം. എപ്പുറത്ത്? അടുത്ത ബസ് സ്റ്റാൻഡില്. എന്നാ ഞാൻ അപ്പുറത്ത്. എന്താണ് അർദ്ധരാത്രി പ്രേതോ? എന്തോന്ന്? വെളുത്ത വസ്ത്രം ധരിച്ച ഒരു പെൺകുട്ടി എന്നെ കഴുത്തി പിടിച്ചേക്കിടാ. പിടിച്ച് ഞെക്കി ഉറങ്ങാൻ നോക്കണം. പക്ഷെ ഉറങ്ങാൻ സമ്മതിക്കാതെ നന്നായിട്ടൊന്ന് ഉറങ്ങി വന്നായിരുന്നു. അത് പറഞ്ഞു. மன்மதலீலையே என்றால் முருக, மன்மதலீலையே என்றால் முருக, மன்மதலீ ദോശ അറിയും. ദോശ എവിടെയുണ്ടവിടെയുണ്ടറിയും. വേണോ? നിനക്കെന്താടാ കോച്ചുവാദം പിടിച്ച? അത് ദോശ എക്സസൈസാ. അതും തുട്ടടാ ദോശ എക്സസൈസ്. അതൊന്നും അറിയാൻ വിചാരിച്ചിക്ക് അറിയില്ല. ഇത് ദോശ ഉണ്ടാക്കുമ്പോ ചെയ്യേണ്ട എക്സസൈസ് ആണ് ദോശ എക്സസൈസ്. ഇന്നലത്തെ പത്രത്തിലിട്ടായിരുന്നു. പത്രം വായിച്ചില്ലേ? ഏത് പത്രത്തെ? എനിക്കൊന്ന് പഠിക്കുന്നുണ്ട്. അത് ഒരു ഫ്രഞ്ച് പത്രത്തിലാ. ആഹാ, ദോശക്ക് നല്ല മണം. അല്ലാണ്ട് ദോശക്ക് ചീഞ്ഞ മണം വരുമോ? ഈ ചട്നി അങ്ങോട്ട് വെച്ച്. അല്ല ചട്നിയാ? അല്ല കിഡ്നി. അല്ല മറിയമ്മച്ചേർത്ത് എവിടെയായിരുന്നു? ഞാൻ ഇവിടെ ഒക്കെ തന്നെ ഉണ്ടായിരുന്നു മക്കളെ. അതെയാ? ആ, ഞങ്ങൾ ഇപ്പൊ എത്ര ബിസിയാ. ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പിന്നെ സംസാരിക്കാം. ഛെ, കൈയെടുക്കടാ. ചേർത്തി, ഞങ്ങളൊന്ന് പോയി കുളിച്ച് റെഡി ആയിട്ട് വരാം. ചേർത്തി, ഇത് പൂച്ച വരാണ്ട് സൂക്ഷിച്ചിരിക്കണേ. ആ. ഇതിങ്ങെടുത്ത് മാറ്റി. ആഹാ, നല്ല ചൂടുള്ള ദോശ. നല്ല ദോശ. ഉം. കൊള്ളാലോ പിള്ളേര്. മുസ്തഫ മുസ്തഫ ഡോണ്ട് വറി മുസ്തഫ. അല്ല, ഒന്നാം തരം ദോശയും ചട്നി. ആ, സമ്മതിച്ചിരിക്കണം. വീണ്ടും എടുക്കാം പിള്ളേര്. ചായ ഉണ്ടാക്കിയിട്ടില്ലേ? ഈ പാത്രങ്ങളൊക്കെ നന്നായിട്ട് കഴുകി വെക്കണം. മറിച്ചേക്ക് കുറച്ച് ജോലി തിരക്കുണ്ട്. വരട്ടെ. മുസ്തഫ മുസ്തഫ നാളെ ഇതേ നേരത്തെ വന്നോട്ടോ. ഒന്നും മിണ്ടണ്ട. സ്ത്രീ പീഡനം.